മൂന്ന് പേർക്കാണ് ഇന്ന് ഭാരതരത്നം ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ്, മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു, അതുപോലെ ഡോക്ടർ MS സ്വാമിനാഥൻ. സംഭാവന നൽകിയ മേഖലകൾ: രാഷ്ട്രനിർമ്മാണം, സാമ്പത്തിക പരിഷ്കരണങ്ങൾ, കാർഷിക പുരോഗതി. മനു, ഈ നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഈ ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ പുറകിലെ ഒരു രാഷ്ട്രീയമാണല്ലോ. ഇപ്പോൾ ഈ ഇലക്ഷൻ ഇയറിൽ 4 രാഷ്ട്രീയ നേതാക്കൾക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് തന്നെ 1954 ഭാരതരത്ന പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത്. അന്ന് നമ്മുടെ ഡോക്ടർ S രാധാകൃഷ്ണനെ പോലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് ആദ്യം ഭാരതരത്നം ലഭിക്കുന്നത്. CV രാമന് ഭാരതരത്നം ലഭിക്കുന്നു. ഒപ്പം നമ്മുടെ C രാജഗോപാലാചാരിക്കും ഭാരതരത്ന ലഭിക്കുന്നുണ്ട്. പക്ഷേ 1955 ആകുമ്പോഴേക്കും ഇത് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണല്ലോ. ഇത് 1955 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാണ് നൽകുന്നത്. അപ്പോൾ അതായത് പണ്ഡിറ്റ് നെഹ്റു തന്നെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു കാലയളവിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഭാരതരത്നയ്ക്ക് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി എന്നൊരു ആരോപണം ഈ ഘട്ടത്തിലെങ്കിലും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അങ്ങനെ ഒരു പണ്ഡിറ്റ് നെഹ്റുവിന് ഭാരതരത്നം നൽകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. ഏതായാലും അന്ന് തന്നെ ഈ ഭാരതരത്ന രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നതിൻ്റെ ഒരു അത്തരം ഒരു പരാമർശം, അത്തരം ഒരു പ്രതികരണം അത് ഇടവരുത്തുന്നതിന് അത് ഇടവരുത്തി. അതേപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും. ഇന്ദിരാഗാന്ധിയും അവരുടെ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് തന്നെ ഭാരതരത്നം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ 2 വിഷയങ്ങളും ഇപ്പോൾ വലിയ തോതിൽ അത് ചർച്ചയായി വീണ്ടും ഉയർന്നു പോകുകയാണ്. സ്വാഭാവികമായും ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം ലഭിക്കുന്ന 1971 അതേസമയം നോക്കൂ, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിന് ഭാരതരത്നം ലഭിക്കാൻ അത് നമ്മൾ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. 2 പതിറ്റാണ്ടുകൾ എന്നതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം. 90-ലാണ് അംബേദ്കറിന് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത്. അപ്പോൾ അത്രയും കാലം പിന്നെ രാജ്യത്തിന് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാരതരത്ന എല്ലാ കാലത്തും അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ് എന്ന വിഷയം പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്നു. വലിയ തോതിൽ അതിൻ്റെ രാഷ്ട്രീയം ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ 4 വ്യത്യസ്തരായ 4 പേരും രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ CV രാമനെ പോലുള്ളവർ നമ്മൾ ആദരിച്ചിട്ട് നമുക്ക് ഒരുപാട് രാഷ്ട്രീയക്കാരെ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കാമരാജ് അദ്ദേഹം കോൺഗ്രസിനാണ് ഒരു പക്ഷേ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ ഭാരതരത്നം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എല്ലാ കാലഘട്ടത്തിലും പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ചൗധരി ചരൺ സിംഗ് ൻ്റെ ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 പേരിൽ ഒരാൾ ചൗധരി ചരൺ സിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ചൗധരി ചരൺ സിംഗിൻ്റെ ഒരു വിഷയം ഉയർന്നു വന്നത് ഈ RLD അവിടെ അതെ അത് ഈ ഉത്തർപ്രദേശിലെ ഒരു ശക്തിയാണ്. അവർക്ക് വലിയ അങ്ങനെ ഒരു രാഷ്ട്രീയ സീറ്റുകൾ നമുക്കങ്ങനെ പറയാനില്ലെങ്കിലും അത് ജാട്ടുകൾക്കിടയിൽ വലിയ അവർക്കൊരു ശക്തിയുണ്ട്. ഏതാണ്ട് ഈ 10-30 സീറ്റുകളിൽ അവർ നിർണായകമാണ്. അപ്പോൾ RLDയുമായി ഈ രാഷ്ട്രീയ ലോക്ദളുമായിട്ടുള്ള ഈ ചർച്ച നടത്തിയ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു ചൗധരി ചരൺ സിംഗിന് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകണം എന്നുള്ളത്. രാഷ്ട്രീയ ലോക്ദളിന് 2004 ഒരു വലിയൊരു ശക്തമായ ഒരു സാന്നിധ്യം പാർലമെൻറ്റിൽ ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ സമയത്ത് അവർക്ക് 3 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ 33 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. അതിൽ 9 അവർക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. മനു, അത് പറയുമ്പോൾ